ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഫേസ്ബുക്ക് പരമായിട്ട് എന്തെല്ലാം ഇഷ്യൂകളുണ്ടോ ആ ഇഷ്യൂകളൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് എങ്ങനെ സോൾവ് ആക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ എന്തെല്ലാം കുഴപ്പങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ ഇഷ്യൂ വരുന്നതും, അതുകൂടാതെ നമ്മൾ ചില ടൈം വീഡിയോകൾ അയക്കുമ്പോൾ വീഡിയോകൾ എററായിട്ട് കാണിക്കുന്നതും, അതുകൂടാതെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അൺലിമിറ്റഡ് പോസ്റ്റ് എന്നുള്ള ഒരു മെസ്സേജ് മുകളിൽ വന്നിട്ട് കാണിക്കുന്നതും, ഇമാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. മുമ്പൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഒരു മെസ്സേജ് അയക്കും. അപ്പം അതിന്റെ റീപ്ലൈക്കായി വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ആവാം. അത് റീപ്ലൈ വന്നതിന് ശേഷം അവർ പരിഹരിക്കില്ല എന്നൊരു ഉറപ്പില്ല. ചിലപ്പോൾ പരിഹരിക്കാറില്ല. ഈ പ്രൊഫൈൽ വൺ ആൻഡ് ഇഷ്യൂ എന്ന് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കാറേ ഇല്ല, അത് അങ്ങനെ തന്നെ കിടക്കും. ഇപ്പൊ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇപ്പൊ മുമ്പത്തെ പോലെ നിങ്ങൾ മെസ്സേജ് അയക്കോ അതിൽ കുറെ സമയം വെയിറ്റ് ചെയ്യോ അങ്ങനത്തെ ഒരു ആവശ്യവും ഇപ്പൊ ഇല്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മെറ്റ വെരിഫൈഡ് ബാഡ്ജ് നിങ്ങൾ ആക്റ്റീവ് ചെയ്യാം. ആ ഒരു കാര്യം, നിങ്ങളെ പ്രശ്നം എപ്പോഴാണോ ഉള്ളത് ആ സമയത്ത് നിങ്ങൾ ആക്റ്റീവ് ചെയ്താൽ മതി. ആ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അതിന്റെ 1 മന്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് മന്ത് നിങ്ങൾ അത് റിന്യൂ ചെയ്യണമെന്നില്ല. നമ്മുടെ പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ആകാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫേസ്ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഏജന്റുമായി സംസാരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമുക്കതിന് ഒരു സമയവും വരുന്നില്ല. ലൈവായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. അതുകൂടാതെ നമ്മൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ ഫോൺ നമ്പർ അവർ ചോദിക്കും. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കോൾ ചെയ്ത് നമ്മളോട് സംസാരിക്കും. പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ആകുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതിങ്ങനെ സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വന്നത് എന്താണെന്നറിയോ, ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചിലർക്കൊക്കെ അറിയാതിരിക്കാം, അറിയുന്നവർ സ്കിപ്പ് അടിച്ച് പോവാം. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേസ്ബുക്കിൽ നമ്മളെ പല പ്രോബ്ലംസ്, ചില ആൾക്കാർക്ക് പലതരം പ്രോബ്ലംസ് വരാറുണ്ട്. ഒന്ന് പിന്നെ പ്രൊഫൈലിന്റെ ഇഷ്യൂ വരാറുണ്ട്. അതുകൂടാതെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ വീഡിയോന്റെ അപ്ലോഡ് എറർ വരാറുണ്ട്. അതുപോലെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ലിമിറ്റഡ് കാണിക്കാറുണ്ട്. ഇങ്ങനത്തെ പല പ്രോബ്ലംസ് ഫേസ്ബുക്കിൽ വരാറുണ്ട്. അപ്പൊ മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഇൻബോക്സിൽ പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കാം, അവരെ നമ്മൾക്ക് റീപ്ലൈ ചെയ്തവരെ വെയിറ്റ് ചെയ്യുക, എന്തൊക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാര്യമായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ മെറ്റ വെരിഫൈഡ് ബാഡ്ജ് എന്താക്കുക, ആക്റ്റീവ് ആക്കി വെക്കാം. അത് 1 മന്ത് എങ്കിൽ 1 മന്ത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താക്കുക, പിന്നെ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിത്ത് ഏജന്റ് ആയിട്ട് നിങ്ങൾക്ക് സെയിം ടൈം നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തൃപ്തിയാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ചാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഇപ്പോൾ സോൾവ് ആകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരെങ്കിലും സോൾവ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ചെറിയ രീതി ഞാനൊരു സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചുതരാം. അത് മെറ്റ വെരിഫൈഡ് ബാഡ്ജ് ചെയ്തവർക്ക് മാത്രമേ പറ്റൂ കേട്ടോ. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ടൂൾസ് സപ്പോർട്ട് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ സപ്പോർട്ട് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ വെരിഫൈഡ് ബാഡ്ജ് ആക്റ്റീവ് ആക്കിയ ആളാണെങ്കിൽ കണക്ട് വിത്ത് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരും താഴെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഇന്റർഫേസിലേക്കാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത്, നിങ്ങൾ എന്താണോ പ്രോബ്ലംസ്, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, ആ പ്ലസ് ബട്ടൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ എന്താണോ പ്രോബ്ലംസ് എന്നുള്ളത് 1 or 2 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ട് അയക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നിങ്ങൾ പോകുന്നത് ഏജന്റുമായിട്ടുള്ള ചാറ്റിലേക്കാണ്. നിങ്ങൾക്ക് എന്താണോ പ്രോബ്ലംസ് എന്നുള്ളത് ഏജന്റുമായിട്ട് ഡയറക്റ്റ് ചാറ്റിംഗ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് കോൾ ചെയ്ത് സംസാരിക്കാനുള്ള ഓപ്ഷനും അതിൽ കിട്ടുന്നതാണ്.